ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഗെറ്റ് ടുഗെദർ എന്ന് പറയുന്ന ഒരു സോങ് ആണ് നോക്കുന്നത്. ദ യങ് ബ്ലഡ്സ് എന്ന് പറയുന്ന ഒരു ബാൻഡിൻ്റെ ഒരു സോങ് ആണ് ഗെറ്റ് ടുഗെദർ. നമുക്ക് നോക്കാം. സംടൈംസ് വി മൈറ്റ് വിഷ് ടു ബി എലോൺ ആൻഡ് ബൈ അവർ സെൽസ്. ചില സമയത്ത് നമുക്ക് ഒറ്റയ്ക്കിരിക്കാനായിരിക്കും ഇഷ്ടം, അല്ലേ? നമ്മൾ മാത്രമായിട്ട്. ഹവവർ ബീയിങ് ഇൻ എ ഗ്രൂപ്പ് ക്യാൻ മേക്ക് us ഫീൽ സേഫ് ആൻഡ് സെക്യൂർ. എന്നാൽ ഒരു ഗ്രൂപ്പിലിരിക്കുകയാണെങ്കിൽ നമുക്കൊരു സേഫ്റ്റി, നമ്മൾ ഇച്ചിരിയുടെ സെക്യൂർഡായിട്ടൊരു സെക്യൂരിറ്റി ഒക്കെ നമുക്കുണ്ട് എന്ന് തോന്നും. ഡോണ്ട് യു തിങ്ക് ദാറ്റ് വെൻ പീപ്പിൾ കം ടുഗെദർ ടു സപ്പോർട്ട് ഈച്ച് അതർ, ദ വേൾഡ് കുഡ് ബിക്കം എ ബെറ്റർ പ്ലേസ്? നിങ്ങൾക്കിങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വേൾഡ് കുറച്ചും കൂടി നല്ലൊരു സ്ഥലമായി മാറുമെന്ന്. ലെറ്റ്സ് ലിസൺ ടു ദ അമേരിക്കൻ റോക്ക് ബാൻഡ് ദ യങ് ബ്ലഡ്സ് ഹു സെലിബ്രേറ്റ് ദ വേർച്യൂ ഓഫ് ടുഗെദർനെസ്. അപ്പോൾ അമേരിക്കൻ റോക്ക് ബാൻഡാണ് ദ യങ് ബ്ലഡ്സ്. ഇവർ ടുഗെദർനെസ് എന്ന് പറയുന്ന ഐഡിയ സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ സോങ് ആണ് ഗെറ്റ് ടുഗെദർ. അപ്പോൾ നമുക്ക് സോങ് നോക്കാം. ഗെറ്റ് ടുഗെദർ ദ യങ് ബ്ലഡ്സ്. ലവ് ഇസ് ബട്ട് എ സോങ് വി സിങ്, ഫിയർ ഇസ് ദ വേ വി ഡൈ. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈൻ ബൈ ലൈൻ നോക്കാം. ലവ് ഇസ് ബട്ട് എ സോങ് വി സിങ്. ഇവിടെ പോയിട്ട് പറയുന്നത് ലവ് എന്ന് പറയുന്നത് ഒരു സോങ് പോലെ ആണ്. അതായത് എന്താ പറയുക, നമ്മൾ പാടുന്ന ഒരു പാട്ട് പോലെ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ടത് ഷെയർ ചെയ്യുന്നു, അല്ലേ? അതായത് ആളുകളെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് പാട്ട്. എന്നിട്ട് എന്താ, ജോയ് അതെല്ലാം സ്പ്രെഡ് ചെയ്യും, ഹാപ്പിനെസ് എല്ലാം സ്പ്രെഡ് ചെയ്യും ഒരു പാട്ട് ഉണ്ടെങ്കിൽ, അല്ലേ? ഇതേപോലെ തന്നെയാണ് ലവും ആളുകളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫിനെ ഒരുപാട് ഹാപ്പിനെസ്സും മീനിങ്ങും ഒക്കെ ഉള്ളതാക്കി മാറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ലവ് എന്ന് പറയുന്നത്. ഒരു പാട്ട് പോലെ തന്നെയാണ് ലവ്. ഫിയർ ഇസ് ദ വേ വി ഡൈ. ഇവിടെ അടുത്തത് പറയുന്നത് ഫിയർ. അതായത് ഫിയർ നമ്മളെ ഡിസ്ട്രോയ് ചെയ്യും, നശിപ്പിക്കും, നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ് പേടി. ഫിയർ എന്ന് പറഞ്ഞാൽ പേടി. അതായത് നമ്മൾ ഫിസിക്കലി ജീവിച്ചിരിക്കുന്ന ഒരാളാണെങ്കിലും പേടിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു കാര്യമില്ല, അല്ല? നമ്മൾ ശരിക്കും ഉള്ളിൽ മരിച്ച പോലെയാണ്. പേടിച്ച് ജീവിച്ച് കഴിഞ്ഞിട്ട് ഇനി ഒരു കാര്യവുമില്ല എന്നാണ് പറയണത്. അതായത് ലവ് നമ്മളെ നല്ലപോലെ എന്താ പറയുക, നല്ലൊരു സ്പിരിറ്റിൽ ജീവിക്കാനായിട്ട് സഹായിക്കും. എന്നാൽ ഫിയർ നമ്മളെ എന്താ പറയുക, ഉള്ളിൽ നിന്ന് നമ്മളെ കൊന്നുകളയുന്ന പോലെ ഒരു സംഭവമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. യു ക്യാൻ മേക്ക് ദ മൗണ്ടെയ്ൻസ് റിങ്. നമുക്ക് മൗണ്ടെയ്ൻസിനെ റിങ് ചെയ്യിക്കാൻ, അതായത് ഒരു ഹാപ്പിനെസ്സിൻ്റെ സിമ്പിളായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് മനുഷ്യന്മാർക്ക് നല്ല പവറുണ്ട്. അതായത് എന്താണ്, മൗണ്ടെയ്ൻസിനെ പോലും ചിരിപ്പിക്കാനെന്നല്ല, റിങ് ചെയ്യിക്കാനായിട്ട് സാധിക്കും ആളുകളെ കൊണ്ട്. അതേപോലെ തന്നെ ഓർ മേക്ക് ദ ഏഞ്ചൽസ് ക്രൈ. അതായത് ഭയങ്കര വിഷമം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഏഞ്ചൽസ് പോലും കരഞ്ഞു പോകുന്ന തരത്തിലുള്ള വിഷമിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് മനുഷ്യനെ കൊണ്ട് പറ്റും. അതേപോലെ മൗണ്ടെയ്ൻസ് ഒരിക്കലും അനങ്ങില്ലാത്തതാണ് മൗണ്ടെയ്ൻസ്. അതുപോലും സന്തോഷിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ വരെ മനുഷ്യന് സാധിക്കും. ഇത് രണ്ടും മനുഷ്യനെ കൊണ്ട് പറ്റും. അതായത് മനുഷ്യനാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ്, നമുക്ക് ഹാർമണി വേണോ അല്ലെങ്കിൽ പെയിൻ മതിയോ, ഹാപ്പിനെസ് വേണോ, ലവ് മതിയോ, അതോ എന്താ പറയുക ഫിയർ മതിയോ എന്ന് തീരുമാനിക്കേണ്ടത് മനുഷ്യൻ തന്നെ ആണ്. ദോ ദ ബേർഡ് ഇസ് ഓൺ ദ വിങ് ആൻഡ് യു മേ നോട്ട് നോ വൈ. അതായത് ബേർഡ് ഇസ് ഓൺ ദ വിങ് ആൻഡ് യു മേ നോട്ട് നോ വൈ. അതായത് എന്താണ്, ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേർഡ് ഇങ്ങനെ സ്കൈയിലൂടെ ഫ്രീ ആയിട്ട് പറന്നു പോലെ, അതേപോലെ തന്നെയാണ് ലൈഫ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, യു മേ നോട്ട് നോ വൈ. അതായത് നമുക്ക് അറിയില്ല എന്താണ് ഈ ലൈഫിൽ സംഭവിക്കുന്നത് എന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാവില്ല. അതായത് ഒരു ബേർഡ് ഫ്ലൈ ചെയ്യുന്ന ഒരു ഡിറക്ഷനിലേക്ക് ഫ്ലൈ ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാമോ എന്തിനാണിത് പറന്നു പോകുന്നതെന്ന്? ഇല്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൻ്റെ കാര്യം. എന്താണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നതെന്ന് കുറേ കാര്യങ്ങളൊന്നും നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, യെസ്. അടുത്ത് നോക്കാം. കം ഓൺ പീപ്പിൾ നൗ, സ്മൈൽ ഓൺ യുവർ ബ്രദർ, എവ്രിബഡി ഗെറ്റ് ടുഗെദർ, ട്രൈ ടു ലവ് വൺ അനദർ റൈറ്റ് നൗ. ഇവിടെ പറയുന്നത് എല്ലാവരോടും വരാനാണ് പറയുന്നത്. കം ഓൺ പീപ്പിൾ നൗ, എല്ലാവരോടും വരാനാണ് പറയുന്നത്. എന്തിനാണ്? സ്മൈൽ ഓൺ യുവർ ബ്രദർ. ഓക്കെ, അതായത് എല്ലാവരെയും നിങ്ങളുടെ ഫാമിലി പോലെ തന്നെ ട്രീറ്റ് ചെയ്യൂ, നിങ്ങളുടെ ബ്രദറിനെ പോലെ തന്നെ കാണൂ, എല്ലാവരെയും നോക്കി ചിരിക്കൂ.
എവ്രിബഡി ഗെറ്റ് ടുഗെദർ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഒന്ന് യുണൈറ്റഡ് ആവുക. അത് ഹ്യൂമൻസിലെ ഒരു ഫാമിലിയാണ്, അതേപോലെ ആവണം. ട്രൈ ടു ലവ് വൺ അനദർ റൈറ്റ് നൗ. അതായത് മറ്റുള്ളവരെ ഇപ്പം തന്നെ മറ്റുള്ളവരെ സ്നേഹിച്ച് ഹെൽപ്പ് ചെയ്തൊക്കെ തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ തുടങ്ങി തന്നെ എല്ലാവരെയും സ്നേഹിക്കുക, ഹെൽപ്പ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. സം മേ കം ആൻഡ് സം മേ ഗോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൈഫ് ആൻഡ് ഡെത്ത് ആണ്. സം മേ കം, അതായത് ആളുകൾ ജനിക്കും. സം മേ ഗോ, അതായത് ആളുകൾ മരിക്കും. ഇതാണ് ഒരു ലൈഫിൻ്റെ ഒരു നാച്ചുറൽ സൈക്കിൾ, ഇങ്ങനെയാണ് അല്ലേ. വി വിൽ ഷ്യൂർലി പാസ്. നമ്മൾ എന്തായാലും എന്താണ് ഇവിടെ നിന്ന് കടന്ന് പോകും അല്ലേ, ഇവിടെ നിന്ന് എന്തായാലും നമ്മൾ പോകും. വെൻ ദ വൺ ദാറ്റ് ലെഫ്റ്റ് us here returns for us at last. അതായത് നമ്മളിവിടെ നിർത്തിയിട്ട് പോയ ആ ഒരു ആൾ അതാരാണ്? ഗോഡാണ്, ദ ക്രിയേറ്റർ, അല്ലെങ്കിൽ ആ ഒരു ഹയർ പവറാണത്. അപ്പോൾ പോയിട്ട് പറയാണ്, നമ്മളിവിടെ നിർത്തിയിട്ട് പോയ ആൾ റിട്ടേൺസ് ഫോർ us at ലാസ്റ്റ്, അതായത് തിരിച്ചു വരും. ഓക്കെ, അതായത് എല്ലാ ലിവിങ് ബീങ്സും മരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളെ എന്താ പറയുക, ഇവിടെ കൊണ്ട് നിർത്തിയ ആ ഒരു ആൾ ഇവിടേക്ക് വരും. അങ്ങനെ ആ ഒരു അവസാനം, ഈ വേൾഡ് അവസാനിക്കും എന്ന ഒരു ബിലീഫ് ഉണ്ടല്ലോ. അതായത് കുറേ ലാസ്റ്റ് അവസാന നാളുകളിൽ ഗോഡ് തിരിച്ചു വരുന്നു, ഇവിടുത്തെ ആ ഒരു എല്ലാം അവസാനിക്കും എന്നൊരു സംഭവമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. അതിവിടെ പറയുന്നുണ്ട്. ആളുകൾ വരും, ആളുകൾ ഭൂമിയിൽ ജനിക്കുന്നു, ആളുകൾ മരിക്കുന്നു. ഫൈനലി എന്താ സംഭവിക്കുക? ഗോഡ് ഇവിടേക്ക് വരുന്നു, എന്നിട്ട് എല്ലാം അവിടെ അവസാനിക്കുന്ന ഒരു ഡേ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി വി ആർ ബട്ട് എ മൊമെൻറ്റ് സൺലൈറ്റ് ഫേഡിങ് ഇൻ ദ ഗ്രാസ്. അതായത് നമ്മളെന്ന് പറയുന്നത് എന്താണ്? ഒരു മൊമെൻറ്റ്സ് സൺലൈറ്റാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഹ്യൂമൻ ലൈഫ് ഭയങ്കര ഷോർട്ടാണ്. അതായത് ഒരു സൺലൈറ്റിൻ്റെ ഒരു റേ പോലെ ഒരു മൊമെൻറ്റ് മാത്രം, ഒരു പുല്ലിൽ ഒക്കെ, അതായത് ഒരു ഗ്രാസിൽ ഒരു മൊമെൻറ്റ് മാത്രം കാണുന്ന ഒരു സൂര്യൻ്റെ ഒരു ജസ്റ്റ് ഒരു റേ ഓഫ് ലൈറ്റ് ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ ഒരു മനുഷ്യനെന്ന് പറയുന്നത്. ഇനി കം ഓൺ പീപ്പിൾ നൗ സ്മൈൽ ഓൺ യുവർ ബ്രദർ എവ്രിബഡി ഗെറ്റ് ടുഗെദർ ട്രൈ ടു ലവ് വൺ അനദർ റൈറ്റ് നൗ. നേരത്തെ മുകളിൽ പറഞ്ഞ ലൈൻ തന്നെ, റിഫ്രെയിനാണ് ഇവിടെ സംഭവിച്ചത്. കം ഓൺ പീപ്പിൾ നൗ, എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? സ്മൈൽ ഓൺ യുവർ ബ്രദർ, എല്ലാവരെയും നോക്കിയിട്ട് സ്മൈൽ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരോടും ഓക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കാം. മറ്റുള്ളവരെ എല്ലാവരെയും നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെ കാണാം. എവ്രിബഡി ഗെറ്റ് ടുഗെദർ, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ട്രൈ ടു ലവ് വൺ അനദർ റൈറ്റ് നൗ, മറ്റുള്ളവരെയും എന്താ പറയുക, സ്നേഹിക്കുക, ഇപ്പോൾ മുതൽ തന്നെ സ്നേഹിക്കാം. ഇഫ് യു ഹിയർ ദ സോങ് ഐ സിങ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ലിസൺ യു ഹോൾഡ് ദ കീ ടു ലവ് ആൻഡ് ഫിയർ. ഇവിടെ പറയുന്നത് എന്താണ്? ഇപ്പോൾ ആളുകൾ ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ പാടുന്ന ഈ പാട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലിസൺ, ആളുകളോട് പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്? യു ഹോൾഡ് ദ കീ ടു ലവ് ആൻഡ് ഫിയർ. അതായത് ലവിൻ്റെയും ഫിയറിൻ്റെയും കീ നിങ്ങളുടെ കയ്യിലുണ്ട്. അതായത് ആളുകൾക്ക് തീരുമാനിക്കാം, ഓരോ മനുഷ്യനും തീരുമാനിക്കാം എന്ത് ചൂസ് ചെയ്യണം, ലവ് വേണോ ഫിയർ വേണോ, ഏത് എടുക്കണമെന്നുള്ളത് ആളുകൾക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. ഓക്കെ, ഓൾ ഇൻ യുവർ ട്രെംബ്ലിങ് ഹാൻഡ്. ഇവിടെ പറയുന്ന ട്രെംബ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക, നമുക്കൊരു അൺസർട്ടൻ, ഒരു ഉറപ്പുണ്ടാവില്ല അല്ലേ. നമ്മൾ ചില സമയത്ത് കുറച്ച് ചോയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഈസി അല്ല അല്ലേ. ഇപ്പോൾ ലവ് വേണോ അതേപോലെ ഫിയർ വേണോ എന്നുള്ളത് ചൂസ് ചെയ്യാനായിട്ട് ആ ചോയ്സ് എളുപ്പമല്ല. എപ്പോഴും അതെന്താ, ട്രെംബ്ലിംഗ് ആണ്. കൈ ഇങ്ങനെ ഒന്ന് ട്രെംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഷിവർ ചെയ്യുക, വിറയ്ക്കുക. ഓക്കെ, ജസ്റ്റ് വൺ കീ അൺലോക്സ് ദം ബോത്ത്. ഒരു കീ തന്നെയാണ് രണ്ടിനെയും അൺലോക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സെയിം ഹാർട്ടാണ് എന്താ പറയുക, ഫിയർ എന്നുള്ള ഫീലിങ്ങും വരുന്നത്, അതേപോലെ ലവ് എന്നുള്ള ഫീലിങ്ങിലും വരുന്നത് സെയിം ഹാർട്ടിന് തന്നെയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് വൺ കീ അൺലോക്സ് ദം ബോത്ത്. ഒരു കീ, അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ ചോയ്സാണ് ഏതെടുക്കണം എന്നുള്ളത്. ഓക്കെ, അത് ആ ഒരു ഒറ്റ കീ തന്നെയാണ്. ആ ഒരു കീ ആണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ചോയ്സ്. അതാണ് ഏത് ഇമോഷൻ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് ദെയർ അറ്റ് യുവർ കമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കാണ് ഇതിലേത് തീരുമാനിക്കണം എന്നുള്ളത് പറയാനുള്ള, അതായത് ഏത് വേണമെന്ന് തീരുമാനിക്കാനുള്ള ആ ഒരു പവർ ഉള്ളത് നമ്മൾക്ക് തന്നെയാണ്. ഇറ്റ് ഈസ് അറ്റ് യുവർ കമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കാണത് തീരുമാനിക്കാനുള്ള പവർ. കം ഓൺ, അഗെയിൻ അത് റിപ്പീറ്റ് ചെയ്യാണ്. പീപ്പിൾ നൗ സ്മൈൽ ഓൺ യുവർ ബ്രദർ എവ്രിബഡി ഗെറ്റ് ടുഗെദർ ട്രൈ ടു ലവ് വൺ അനദർ റൈറ്റ് നൗ. സെയിം ലൈൻ തന്നെ പിന്നെ റിപ്പീറ്റഡ് ആണ്, സെയിം 4 ലൈൻസ്.
I said, come on people now, smile on your brother, everybody get together, try to love one another right now. ഒന്നുകൂടി ആ വരികൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റൈറ്റ് നൗ, റൈറ്റ് നൗ, റൈറ്റ് നൗ. അതായത് ഇപ്പോൾ തന്നെ ഇങ്ങനെ മറ്റുള്ളവരെ സ്നേഹിച്ചു തുടങ്ങുക, ഇനി വൈകിപ്പിക്കരുത്, ഇപ്പോൾ തന്നെ അത് തുടങ്ങാനാണ് ദ യങ് ബ്ലഡ്സിൻ്റെ ഈ ഒരു സോങ്ങിൽ പറയുന്നത്. അപ്പോൾ ഈ പോയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ ആക്ടിവിറ്റീസും കൂടെ കംപ്ലീറ്റ് ആക്കാം കേട്ടോ. അതായത് ഈ ഒരു പേജ് കൂടി കംപ്ലീറ്റ് ആക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.